സന്നിധാനം മകരവിളക്കിന് ഒരുങ്ങുകയാണ്. നാളെയാണ് മകരവിളക്ക്. എല്ലാവരും ഇങ്ങനെ അയ്യപ്പന്മാർക്ക് ഇങ്ങനെ കാത്തിരിക്കുകയാണ് മകരവിളക്കിന് വേണ്ടിയിട്ട്. പർണശാലകളൊക്കെ കെട്ടി തീർത്ഥാടകർ മകരവിളക്കിനായി കാത്തിരിക്കുന്നു. ഒപ്പം തന്നെ തിരുവാഭരണ ഘോഷയാത്ര നാളെ സന്നിധാനത്തേക്ക് എത്തും. സുജു ടി ബാബു ഉണ്ട് സന്നിധാനത്ത് നിന്ന്. വിവരങ്ങളുമായി നമ്മളോടൊപ്പം നോക്കാം സന്നിധാനത്തെ കാഴ്ചകൾ എങ്ങനെയൊക്കെയാണ് എന്ന്. സുജു, ഗുഡ് മോർണിംഗ്. സന്നിധാനം മകരവിളക്കിന് ഒരുങ്ങുകയാണ്. സന്നിധാനത്തെ ഇന്നത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്? തീർത്ഥാടകർക്ക്, അയ്യപ്പന്മാർക്ക് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടല്ലേ? എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? തീർച്ചയായിട്ടും മനോ, സന്നിധാനം ഇപ്പോൾ മകരവിളക്കിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് തീർത്ഥാടകരോട് വലിയ ഒരു നിര തന്നെ കാണാം. ഇന്ന് നിയന്ത്രണമുള്ള ദിവസം കൂടിയാണ്. 35,000 പേർക്ക് മാത്രമാണ് ഇന്ന് ദർശനത്തിന് അനുമതിയുള്ള, സ്പോട്ട് ബുക്കിംഗ് അടക്കമുള്ളത്. എങ്കിൽ പോലും നമുക്ക് പുലർച്ചെ മുതൽ തന്നെയുള്ള ഒരു തിരക്ക് അത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ 18-ാം പടിക്ക് സമീപം വാവൂരിനടയ്ക്ക് മുമ്പിലായിട്ടുള്ള തീർത്ഥാടകരുടെ ഒരു തിരക്ക്. സാധാരണ ഈ സമയത്തൊന്നും ഇത്രയധികം തീർത്ഥാടകരുടെ ബാഹുല്യം ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നതല്ല. ഇപ്പം തീർത്ഥാടകർ ധാരാളം തന്നെ ഇവിടെ പർണശാലകൾ കെട്ടി അത് പാണ്ഡ്യത്താവളത്തിന് സമീപവും വിവിധ സ്ഥലങ്ങളിൽ തങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ ഈ വാവൂരിനടയ്ക്ക് മുമ്പായി തന്നെ മുമ്പിൽ ധാരാളം തീർത്ഥാടകർ തടിച്ചു കൂടിയിരിക്കുന്നത്. അവർ പല ആളുകളും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പർണശാലയെ കെട്ടിയ മകരവിളക്ക് ദർശിച്ച ശേഷം മാത്രമേ തിരികെ മലയിറങ്ങുകയുള്ളൂ. നമുക്ക് ഈ തൊട്ടു മുമ്പിൽ തന്നെ കാണാൻ സാധിക്കും ചെറിയ ടാർപ്പോളയൊക്കെ വലിച്ച് കെട്ടി അവരുടെ മനോഹരമായ പർണശാലയെ തീർത്ത് അവിടെ അല്ലെങ്കിൽ അവിടെ തങ്ങുന്ന തീർത്ഥാടകരെ കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് ശബരിമലയുടെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും തീർത്ഥാടകരുടെ ഒരു കാഴ്ച. അവരെ സംബന്ധിച്ചോളം മകരവിളക്ക് ദർശിക്കുക എന്നത് വലിയ ലക്ഷ്യം തന്നെയാണ്. അതിനായി തന്നെയാണ് കേരളത്തിന് പുറത്തുനിന്നും സംസ്ഥാനത്തിനകത്തു നിന്നും ധാരാളം തീർത്ഥാടകർ ശബരിമലയിലേക്ക് ഒഴുകി എത്തിയിരിക്കുന്നത്. അവർ തീർച്ചയായിട്ടും ഇതിന് ശേഷം മാത്രമേ തിരികെ മടങ്ങുകയുള്ളൂ. ഈ ഒരു തീർത്ഥാടന കാലത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് ഏകദേശം മകരവിളക്ക് ദിവസത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് തീർത്ഥാടകരെ സംബന്ധിച്ചോളം 10 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇന്നലെ വരെ ദർശനം പൂർത്തിയാക്കിയത് എന്ന കണക്കാണ് പുറത്തു വരുന്നത്. അതായത് മകരവിളക്ക് മഹോത്സവത്തിന് നട തുറന്ന ശേഷം എത്തിയ തീർത്ഥാടകരുടെ എണ്ണമാണ് 10 ലക്ഷം. അതിനു മുമ്പ് ഏതാണ്ട് മണ്ഡലകാലത്ത് 33 ലക്ഷത്തിലധികം തീർത്ഥാടകർ സന്നിധാനത്ത് എത്തുകയും ചെയ്തിരുന്നു എന്ന കണക്കും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഏതാണ്ട് 46 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഇതിനോടകം ശബരിമല സന്നിധാനത്ത് ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൽ തീർത്ഥാടന കാലത്ത് എത്തിയിട്ടുള്ളത്. അത്രയധികം തീർത്ഥാടകർ എത്തുമ്പോഴും ഏറ്റവും മനോഹരമായി തീർത്ഥാടകർക്ക് അവരുടെ ദർശനം ഉറപ്പിക്കാൻ, സുഖദർശനം നടത്താൻ സാധിക്കുന്നു എന്നതാണ് ശബരിമലയെ സംബന്ധിച്ചോളം ഏറ്റവും മനോഹരമായ കാഴ്ചയും. നമുക്ക് ഈ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്ന കുട്ടി അയ്യപ്പന്മാരും കുട്ടി മാളികപ്പുറങ്ങളൊക്കെ തന്നെയുണ്ട്. അവർക്കൊക്കെ പ്രത്യേക സൗകര്യങ്ങളും ദിവസം ഒരുക്കി കൊടുക്കുന്ന ആ കാഴ്ചയൊക്കെ മനോഹരമായ കാഴ്ചയാണ്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും കൊച്ചുകുട്ടികളടക്കമുള്ള സംഘം പ്രത്യേകമായി അവർക്ക് പോലീസ് അയ്യപ്പന്മാരെ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നത് എല്ലാ ആളുകൾക്കും സുഖദർശനം നടത്താൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെയാണ് സന്നിധാനത്തേക്ക് മകരവിളക്ക് നടക്കുക. നാളെ സന്ധ്യയോടുകൂടി തന്നെ തിരുവാഭരണ ഘോഷയാത്ര നാളെ സന്നിധാനത്തേക്ക് എത്തിച്ചേരും. വിവിധ സ്ഥലങ്ങളിൽ 86 കിലോമീറ്റർ പിന്നിട്ടാണ് ശബരിമല സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരുന്നത്. ആചാരപൂർവ്വമായി അതിനുള്ള സ്വീകരണവും ഒക്കെ നൽകുകയും ചെയ്യും. പിന്നീട് ഏതാണ്ട് 6:30യോടെയാണ് മകരസംക്രമ നിമിഷത്തിൽ ദീപാരാധന നടക്കും. അതിനുശേഷം പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കുകയും ചെയ്യും. അതോടുകൂടിയാണ് മകരവിളക്കിൻ്റെ മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് മകരവിളക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും തീർത്ഥാടക ലക്ഷങ്ങൾ കാത്തിരിക്കുന്നത് മകരവിളക്ക് ദർശനത്തിനായി തന്നെയാണ്. ആ കാഴ്ചയ്ക്ക് വേണ്ടി സന്നിധാനത്ത് ഇപ്പോൾ തന്നെ തീർത്ഥാടകരുടെ വലിയ ഒരു നിര കാണാൻ സാധിക്കുന്നതാണ്. തീർത്ഥാടകരുടെ ലക്ഷ്യവും ഇപ്പോൾ അതുതന്നെയാണ്, മകരവിളക്ക് കണ്ട് സായുജ്യമടങ്ങി മടങ്ങുക എന്നത്. ഈ ഘട്ടത്തിൽ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനുമൊക്കെ ഏറെ അഭിമാനിക്കാം. കാരണം ഒരു പരാതിരഹിതമായ ആദ്യഘട്ടത്തിൽ ചില ആക്ഷേപങ്ങൾ, ചില ക്യൂവിലൊക്കെ ചില പ്രശ്നം ഉണ്ടായെന്നുള്ള വസ്തുത തന്നെയാണ്. എന്നാൽ പോലും അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ 99% സമയവും തീർത്ഥാടകരെ സംബന്ധിച്ചോളം ഒരു പരാതിയും ഉണ്ടാകാത്ത ഒരു തീർത്ഥാടന കാലത്തിന് പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ അത് മന്ത്രി VN വാസവൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടത്തുന്ന അവലോകന യോഗവും തുടർന്ന് നടത്തിയ നടപടികൾ, അത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ഇപ്പോഴത്തെ പ്രസിഡന്റ് ജയകുമാർ സാർ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ ഇടപെടൽ, അതെല്ലാം ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു തീർത്ഥാടന കാലത്തിനാണ് പരിസമാപ്തിയാവുന്നത് എന്നതും ഏറ്റവും സന്തോഷകരമായ കാര്യം തന്നെയാണ്. അത് മുൻപ് പറഞ്ഞ പോലെ തന്നെ കൃത്യമായി നടത്തിയ മുന്നൊരുക്കങ്ങളുടെയൊക്കെ ഫലമാണ് മനു ഇപ്പോൾ ഈ കാണുന്ന ഒരു ശുഭകരമായ തീർത്ഥാടന കാലത്തിൻ്റെ പരിസമാപ്തി എന്ന് പറയേണ്ടതായിരിക്കുന്നു.
ശരി, ഏതായാലും മനോഹരമായ ഒരു തീർത്ഥാടന കാലം അതിന്റെ ഏറ്റവും അവസാന മിനിറ്റുകളിലേക്ക് എത്തുകയാണ്, അവസാന ദിവസങ്ങളിലേക്ക് പോവുകയാണ്. നാളെയാണ് മകരവിളക്ക്. അപ്പോൾ മകരവിളക്കിന് വേണ്ടി അയ്യപ്പന്മാർ ഇങ്ങനെ കാത്തിരിക്കുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവാഭരണ ഘോഷയാത്ര നാളെ സന്നിധാനത്തേക്ക് എത്തും. സന്നിധാനത്ത് ഇന്നു മുതൽ അയ്യപ്പന്മാർക്ക് നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മലയ്ക്ക് പോകാൻ ഇന്ന് തീരുമാനമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത്തരത്തിൽ നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ സമയമൊക്കെ കൃത്യമായി നോക്കി മാത്രം പോവുക. 35,000 പേർക്കാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹൈക്കോടതിയാണ് ആ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകം ഓർക്കുക. വിവരങ്ങളാണ് സുജുജി ബാബു നമുക്ക് സന്നിധാനത്ത് നിന്ന് നൽകിയത്.